ഇവന് 7-ാം മാസം സ്കാനിങ്ങിന് ചെന്നപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞ് പിന്നെ ഇത്ര നേരം നോക്കിയിട്ടും ക്ലിയർ ആവുന്നില്ല, ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പിന്നെ ചേട്ടൻ ഇതിന് മുമ്പ് ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു, കൊറോണ കാലങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ഉടമ്പടി പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. പ്രാർത്ഥന ചൊല്ലും, രാവിലെ എണീക്കും, 4:30-5:30 ആകുമ്പോഴത്തേക്കും ഉടമ്പടി പ്രാർത്ഥന ചൊല്ലും, പ്രഭാത പ്രാർത്ഥന ചൊല്ലും, വൈകിട്ട് അച്ഛൻ്റെ ധ്യാനം കേൾക്കും, സന്ധ്യാപ്രാർത്ഥന കേൾക്കും, സാക്ഷ്യം കേൾക്കും. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഞാൻ 8-ാം മാസം കുഞ്ഞുമായിട്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ നേർന്നതാണ്. പക്ഷേ എനിക്ക് പറ്റിയില്ല. 8-ാം മാസം കുഞ്ഞിനെ വയറ്റിട്ടുണ്ടോ എന്ന് ഇവിടെ സാക്ഷ്യം പറയാനാണ് നേർന്നത്. പക്ഷേ എനിക്കതിന് സാധിച്ചില്ല. ഇപ്പം എൻ്റെ മകൻ 2 വയസ്സായി. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവിൻ്റെ കയ്യിലിരിക്കുന്നത് ഉണ്ണീശോനെ എനിക്ക് തരണേത്. പക്ഷേ മാതാവ് എനിക്ക് അതുപോലെ ഒരു ഉണ്ണീനെ തന്നെയാണ് എനിക്ക് തന്നത്. താമസിച്ച് മാതാവിനോട് ഞാൻ മാപ്പ് പറയുവാണ്. ഇപ്പം എൻ്റെ മോൻ 2 വയസ്സായി. ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ തന്നെ എനിക്ക് എൻ്റെ മാതാവ് തന്ന് അനുഗ്രഹിച്ച്. ഉണ്ണീശോനെ പോലെ തന്നെയാണ് എൻ്റെ മകൻ. ഇവിടെ കൊറോണ ടൈം ആയിരുന്നത്